അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, പ്രിയപ്പെട്ട എൻ്റെ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ലോകപ്രശസ്തമായ പ്രവാചക പ്രകീർത്തന കാവ്യമാണ് ഖസീദത്തുൽ ബുർദ. അറബിയിലുള്ള ഈ കാവ്യം രചിച്ചത് പ്രമുഖ സൂഫി പണ്ഡിതനായ ഇമാം ബുസൂയി റളിയല്ലാഹു തആല അൻഹു ആണ്. അറബിയിലുള്ള ഈ കാവ്യം ഇംഗ്ലീഷ്, ഫ്രഞ്ച്, തുർക്കിഷ് തുടങ്ങി ലോകോത്തര വ്യത്യസ്ത ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അൽ കവാക്കിബ് സുരിയ ഫി മദ്ഹി ഖൈറിൽ ബരിയ എന്നാണ് ഖസീദത്തുൽ ബുർദയുടെ യഥാർത്ഥ നാമം. ഇമാം ബുസൂയി റളിയല്ലാഹു അൻഹു പക്ഷാഘാതം എന്ന രോഗം പിടിപെട്ട സമയത്ത് രോഗശമനത്തിന് വേണ്ടി പശ്ചാത്താപത്തോടു കൂടി എഴുതിയ കാവ്യമാണ് ഖസീദത്തുൽ ബുർദ. ബുർദയുടെ ഘടനയെപ്പറ്റി പറയുകയാണെങ്കിൽ വ്യത്യസ്തമായ തലങ്ങളിലൂടെയാണ് ബുർദ കടന്നു പോകുന്നത്. ലോക പ്രശസ്തനായ ചിലിയൻ കവിയുണ്ടായിരുന്നു, പാബ്ലോ നെരൂദ. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുണ്ട്, യു ഓപ്പൺ എ ബുക്ക് then you open a book then you open a life. You open a book of Prophet Muhammad sallallahu alaihi wasallam then you open a universe. നിങ്ങൾ ഒരു പുസ്തകം തുറക്കുമ്പോൾ ഒരു ജീവിതം തുറക്കുന്നു. നിങ്ങൾ തുറക്കുന്നത് പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുസ്തകമാണെങ്കിൽ നിങ്ങൾ തുറക്കുന്നത് ഒരു പ്രപഞ്ചമാണ്. അതേപോലെയാണ് ഖസീദത്തുൽ ബുർദയിലൂടെ പറയുന്നത്. പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിഖില മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് ബുർദ കടന്നു പോകുന്നത്. ബുർദയുടെ ഘടനയെപ്പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രാരംഭം തന്നെ തുടക്കം കുറിക്കുന്നത് ഒരു ആത്മാനുരാഗിയുടെ അനുകമ്പയെ പറ്റിയാണ്. പ്രവാചക പ്രേമത്തിൻ്റെ അനുരാഗിയുടെ ആത്മനൊമ്പരങ്ങളിലൂടെയാണ് പ്രാരംഭം കുറിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീർത്തനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയത്തുണ്ടായ സംഭവങ്ങൾ, അവിടുത്തേക്ക് വഹി ലഭിച്ച പരിശുദ്ധമായ ഖുർആനെ പറ്റിയുള്ള പരാമർശങ്ങൾ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളെ പറ്റിയുള്ള സംഭവങ്ങൾ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ധർമ്മ സമരം ചെയ്ത പോരാട്ട കഥയുടെ വർണ്ണനകൾ, അങ്ങനെ അവസാനം പശ്ചാത്താപത്തിലൂടെ പ്രാർത്ഥനയിലൂടെയാണ് ബുർദ ഇമാം ബുസൂയി റളിയല്ലാഹു അൻഹു അവസാനിപ്പിക്കുന്നത്. ഇനി ബുർദയിലൊരു വരിയുണ്ട്, വന്നഫ്സു കത്തിഫ്ലി ഇൻ തുഹ്മിൽഹു ശബ്ബഅലാ ഹുബ്ബി റളാഇ വ ഇൻ തഫ്തിംഹു യൻഫതിമി. ശരീരമെന്ന് പറയുന്നത് ശിശുവിനെ പോലെയാണ്, ആ കുട്ടിയെ പോലെയാണ്. ആ കുട്ടിയുടെ മുലകുടി പ്രായം എത്തിക്കഴിഞ്ഞാൽ, അവൻ്റെ മുലകുടി പ്രായം നിർത്തേണ്ട സമയത്ത് മാതാപിതാക്കൾ മടി കാണിച്ചാൽ, ഉദാസീനത വരുത്തിയാൽ ആ കുട്ടിയുടെ ആഗ്രഹം അവസാനിപ്പിക്കില്ല. എന്നാൽ ആ കുട്ടിയെ ആഗ്രഹത്തിൽ നിന്ന് തടയിട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ആഗ്രഹം അവസാനിക്കുമെന്നാണ് ഇമാം ബുസൂയി റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്താണ് അതിൻ്റെ സാരം? എന്താണ് ഇമാം ബുസൂയി റളിയല്ലാഹു അൻഹു പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ശരീരമെന്ന് പറയുന്നത് ദൗർബല്യങ്ങളുള്ളതാണ്, ഒരുപാട് ന്യൂനതകളുള്ളതാണ്, വീഴ്ചകളുള്ളതാണ്. ഖുർആൻ പഠിപ്പിച്ചില്ലേ, ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. നിശ്ചയം ശരീരമെന്ന് പറയുന്നത് എല്ലായ്പ്പോഴും തിന്മയോട് ചായ്വുള്ളതാണെന്ന് സൂറത്തു യൂസുഫിന്റെ 53-ാം ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നു. ബുസൂരി ഇമാം പഠിപ്പിക്കുകയാണ്, എല്ലാ മനുഷ്യനും ഒരുപാട് ദൗർബല്യങ്ങളുണ്ട്, ഒരുപാട് വീഴ്ചകളുണ്ട്, ഒരുപാട് ന്യൂനതകളുണ്ട്. ആ ന്യൂനതകളെല്ലാം മനസ്സിലാക്കിയിട്ടും അതിനെ തടയിടാതെ, അതിന് മറയിടാതെ അതിലവൻ ജീവിച്ചു പോയാൽ അവൻ നശിച്ചു പോവുകയാണ് ചെയ്യുന്നതെന്നാണ് ഇമാം ബുസൂയി
റളിയല്ലാഹു അൻഹു പറയുന്നത്, പ്രിയപ്പെട്ടവരെ, എന്താണ് നമ്മുടെ ദൗർബല്യങ്ങള്, എന്താണ് നമ്മുടെ മനുഷ്യന്റെ വീഴ്ചകൾ, എന്തെല്ലാമാണ് മനുഷ്യന്റെ ന്യൂനതകള്. പ്രിയപ്പെട്ടവരെ, മദ്യപാനം, മയക്കുമരുന്ന്, ലഹരി ഉപയോഗം, നിസ്കാരം കളാ ആക്കല്, അതുപോലെ നോമ്പ് കളാ ആക്കല്, നോമ്പൊഴിവാക്കല്, അതുമാത്രമല്ല അടിപിടി, അക്രമം, അനാചാരം, കൃത്രിമ ആൾമാറാട്ടം, അതുപോലെ തന്നെ കുടുംബകലഹം തുടങ്ങി ഒരുപാട് വീഴ്ചകളുണ്ട്. ഈ വീഴ്ചകളെല്ലാം മനസ്സിലാക്കിയിട്ടും അതിനെ തടയിടാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ, യഥേഷ്ടം ജീവിച്ചു കഴിഞ്ഞാൽ അവന്റെ ആ തിന്മ ഒരിക്കലും അവസാനിക്കുന്നില്ല. ആ തിന്മ അവസാനിക്കാതെ അവൻ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവരോട് മാത്രമല്ല, ഒരു കച്ചവടക്കാരൻ താൻ കച്ചവടം ചെയ്യുന്ന സമയത്ത് തൻ്റെ കച്ചവട സാധനങ്ങളിൽ നിരോധിതമായ വിനോദ ഉപകരണങ്ങള്, ശിർക്കിന്റെ പൂജാമാലകള്, ശിർക്കിന്റെ ആരാധനാബിംബങ്ങള്, വളകള്, മാലകള്, ആൽക്കഹോളിക് ഉൽപ്പന്നങ്ങള്, സെക്സ് കാമലീല പുസ്തകങ്ങള്, സെക്സ് കാമലീല സീഡികള്, അതുപോലെ ലോട്ടറി ടിക്കറ്റുകള്, പുരുഷൻ ധരിക്കാനായി ഉണ്ടാക്കുന്ന സ്വർണത്തിന്റെ മാലകള്, സ്വർണവലകള്, ഇതെല്ലാം ഒരുത്തൻ കച്ചവടം ചെയ്യുകയാണെങ്കിൽ അത് എപ്പോ ഹറാമാണെന്നവൻ മനസ്സിലാക്കിയോ, അവന് അല്ലാഹു തആല ഹറാമാക്കിയെന്ന് എപ്പോൾ മനസ്സിലായോ, ആ സമയത്ത് തന്നെ അവൻ ആ കച്ചവടം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ, അവൻ ആ കച്ചവടം നിർത്തിയിട്ടില്ലെങ്കിൽ അത് കാരണമായി ആ സമൂഹം ഒന്നായിട്ട് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അവരോട് കൂടിയാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഈ കാവ്യത്തിലൂടെ പഠിപ്പിക്കുന്നത്. അവർക്കു മാത്രമല്ല, പിന്നെ ആർക്കാണ്? യഥേഷ്ടം ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, സ്വയം ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ. ഫ്രാൻസിൽ പർദ്ദ നിരോധിച്ചപ്പോൾ പർദ്ദ നിരോധിച്ച ആളുകൾ പറഞ്ഞ ന്യായം എന്തായിരുന്നു? ആണിനും പെണ്ണിനും ഒരുപോലെ കാണാൻ സാധിക്കണം. ആണിന് പെണ്ണിനോട് ഇഷ്ടം വരുന്നത് പർദ്ദ ഇടുമ്പോഴാണ് ഇഷ്ടം വരുന്നതാണ് അവർ ന്യായം പറഞ്ഞത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവരോട് മാത്രമല്ല, മാതാപിതാക്കളോടും ഓരോ വിദ്യാർത്ഥികളുടെ ഉദ്യോഗാർത്ഥികളോടും മേലധികാരികളോടും സ്ഥാപനത്തിലെ അധികാരികളോടുമാണ് പറയുന്നത്. അവരോടെല്ലാം പറയുന്നത്, അവരുടെ മക്കള്, മാതാപിതാക്കളുടെ മക്കള്, അവരുടെ വിദ്യാർത്ഥികള്, അവരെ നല്ലപോലെ പഠിപ്പിച്ചില്ലെങ്കിൽ, അവരെ ദുശീലം ചെയ്യുന്ന സമയത്ത് നന്നാക്കിയിട്ടില്ലെങ്കിൽ, അവരെ ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ അവർ നന്നാവില്ല. അവരെ ജീവിതകാലം മുഴുവനും അവർ മോശമായി തീരുമെന്നാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുമാത്രമല്ല, ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഓരോ കാവ്യത്തിലൂടെയും പ്രവാചകനോടുള്ള ഇഷ്ടമാണ് പറയുന്നത്. ജമീനോ ജമാനോ തുമാരേ ലിയേ, മക്കീനോ മക്കാനോ തുമാരേ ലിയേ, ചുനീനോ ചുനാओ തുമാരേ ലിയേ, ബനെ ദോ ജഹാനോ തുമാരേ ലിയേ. നബിയേ, എൻ്റെ സകല കാലവും എൻ്റെ സമയവും എൻ്റെ ജീവിതവും എൻ്റെ സ്ഥലവും സ്ഥാനവും എല്ലാം അങ്ങേക്കാണ്. എൻ്റെ സർവ്വ ജീവിതവും അങ്ങേക്ക് ദണ്ഡമാണ് നബിയെ എന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ബുർദ അവസാനിപ്പിക്കുന്നത്. അത്തരത്തിലാണ് ബുർദയെ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു കൊണ്ടെത്തിക്കുന്നത്. അല്ലാഹു തആല നമ്മയെല്ലാം ബുർദ കൊണ്ട് നന്നാക്കി തരുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള സ്നേഹം അല്ലാഹു തആല ഏറ്റിത്തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.